ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നിന്നിലൂടെ ഭൂമുഖത്തെ വംശങ്ങളെല്ലാം അനുഗ്രഹീതമാകും. ദൈവം അബ്രാഹാമിന് നൽകുന്ന 7ാമത്തെ അനുഗ്രഹമാണിത്. ദൈവസ്നേഹത്തിൽ എന്നെ ശ്രവിക്കുന്ന പ്രിയമുള്ളവരെ, ഞാനെന്ന വ്യക്തി ദൈവാനുഗ്രഹത്തിന് പാത്രമായി മാറുമ്പോൾ എന്നിലൂടെ ഈ ഭൂമുഖത്തെ സർവചരാചരങ്ങൾ, എല്ലാ വംശങ്ങളും അനുഗ്രഹം പ്രാപിക്കും. നമുക്കറിയാം, മനുഷ്യരായ നാം ഒരു സാമൂഹിക ജീവിയാണ് എന്നുള്ളത്. സമൂഹത്തിൽ നിന്നോ കുടുംബത്തിൽ നിന്നോ നമ്മുടെ വംശാവലിയിൽ നിന്നോ വേറിട്ട ഒരു ജീവിതം നമുക്ക് ചിന്തിക്കുവാൻ പോലും സാധിക്കുകയില്ല. ഞാൻ ഒറ്റയ്ക്കാണ്, എനിക്കാരുമില്ല എന്നുള്ള ചിന്തകളൊക്കെ നമ്മുടെ വെറും ജൽപ്പനങ്ങൾ മാത്രമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഞാൻ ഒറ്റയ്ക്കാണ് എന്ന് എനിക്ക് തോന്നുന്ന അവസരത്തിലായിരിക്കും എന്നെ താങ്ങി നടത്തുവാനായിട്ട് എന്നെ അനുഗ്രഹിച്ച് പരിപാലിച്ചുകൊണ്ട് സർവശക്തനായ ദൈവം എന്നോടൊപ്പം വസിക്കുന്നത്. എന്നോടൊപ്പം ദൈവമില്ല, ഞാൻ ഒറ്റയ്ക്കാണ് എന്നൊക്കെ നമുക്ക് പലപ്പോഴും തോന്നുന്നതിന് കാരണം നമ്മുടെ ആത്മീയമായ കണ്ണുകൾ, ആന്തരിക കണ്ണുകൾ അടഞ്ഞിരിക്കുന്നത് കൊണ്ടാണ്. ഇന്ന് നമുക്ക് എലീശ പ്രവാചകനെ പോലെ പ്രാർത്ഥിക്കാം. 1 രാജാക്കന്മാർ അധ്യായം 6 17-ാമത്തെ തിരുവചനം ഇപ്രകാരം പറയുന്നു. എലീശ പ്രാർത്ഥിച്ചു, കർത്താവേ, ഇവൻ്റെ കണ്ണുകൾ തുറക്കണമേ, ഇവൻ കാണട്ടെ. കർത്താവ് അവൻ്റെ കണ്ണുകൾ തുറന്നു. കർത്താവായ ദൈവമേ, എൻ്റെ കണ്ണുകൾ തുറക്കണമേ, ഞാൻ കാണട്ടെ. ഞാനെന്ന വ്യക്തി ഇന്നിൻ്റെ അനുഗ്രഹമാണ് എന്ന് ഞാൻ ദർശിക്കട്ടെ. നമുക്കൊരു നിമിഷം മൗനമായിരുന്നു കൊണ്ട് നമ്മെ തന്നെ കർത്താവിൻ്റെ സ്ഥലത്തിലേക്ക് സമർപ്പിക്കാം. നമ്മുടെ ബാഹ്യമായ കണ്ണുകൾ അടച്ചുകൊണ്ട് നമ്മുടെ ആന്തരിക കണ്ണുകൾ കർത്താവിൻ്റെ സ്ഥലത്തിലേക്ക് തുറക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ ആന്തരിക നയനങ്ങൾ തുറക്കുവാനുള്ള കൃപയേകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളിലേക്ക് അങ്ങയുടെ അനുഗ്രഹം പ്രവഹിക്കുന്നതായിട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഭവം ഉണ്ടായി ഞങ്ങൾക്ക് ജീവിക്കുവാനുള്ള കൃപയേകി ഞങ്ങളെ ഈ സുദിനത്തിൽ അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. എപ്പോഴും അങ്ങയുടെ ആശീർവാദവും കൃപയും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതി, ആരാധന, നന്ദി, ആരാധന. കർത്താവേ, ഇന്നത്തെ ദിനത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി, സ്തുതി, ആരാധന അർപ്പിക്കുന്നു. കടന്നു വരണമേ, ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ. എപ്പോഴും ഞങ്ങളോടൊപ്പം ആയിരിക്കണമേ. ഞങ്ങളുടെ ആധ്യാത്മിക ജീവിതത്തിൽ ഞങ്ങളുടെ ഉൾക്കണ്ണുകൾ തുറന്നുകൊണ്ട് അങ്ങയെ ദർശിക്കുവാനുള്ള കൃപയും അനുഗ്രഹവും നൽകുന്ന ഞങ്ങളെ അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരിലും ഉണ്ടാകുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.